ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. കേൾക്കാൻ മാത്രമല്ല, അത് പറയാനും, ചിലപ്പോൾ നമ്മുടെ തന്നെ ചില അനുഭവങ്ങൾ കഥകളായി പകർന്നു കൊടുക്കാൻ കഴിയുന്നവരാണ് നാം എല്ലാവരും. ഈ കഥകൾ ഒരു യാത്രയെക്കുറിച്ചാണെങ്കിലും അത് കുറച്ചുകൂടി ആസ്വാദികരമാണ്. അത്തരത്തിലുള്ള ഒരു യാത്രയുടെ കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രശസ്തനായ ഫാദർ ഡാനി കപ്പൂച്ചിൻ എഴുതിയ ദൈവം പെയ്തിറങ്ങുന്നു എന്നൊരു ചെറിയ കഥയെയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. 16 അധ്യായങ്ങളിലാണ് ഈ കഥ സമാഹരിച്ചിരിക്കുന്നത്. ചിന്മയ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. ഈ കഥ തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ അദ്ദേഹം ഒരു യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ യാത്രയെക്കുറിച്ച് തന്നെയാണ് ഈ കഥയും. അദ്ദേഹത്തെ പ്രണയിക്കുന്ന സ്നേഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെയാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ നാം കണ്ടുമുട്ടുക. ചിന്മയ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഗൈഡിനെയാണ് അവൾ പ്രണയിക്കുക. പക്ഷേ അവൻ്റെ കാഴ്ചകൾക്കപ്പുറം, അവൻ കാണിച്ചു കൊടുക്കുന്നതിലും അപ്പുറം ആഴമുള്ളൊരു ഹൃദയം അവനുണ്ടെന്ന് അവൾ പലപ്പോഴായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൾ അവനെ അറിയിക്കുന്നു. പക്ഷേ സ്നേഹം എന്നത് ഒരുമിച്ച് ജീവിക്കുന്നതിലും അപ്പുറം, ഒന്നും സ്വന്തമാക്കാതെ ഒന്നിനെയും ഉപേക്ഷിക്കാതെ കടന്നു പോകുന്നതാണെന്ന് അവൻ അവളോട് പറയുന്നു. ചിന്മയ് ആരാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം അവളുടെ ഉള്ളിൽ നിഴലിക്കുന്നു. അതിനുവേണ്ടി അവൻ്റെ ഒരു ഡയറി കുറിപ്പുകൾ അവൾക്ക് നൽകുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. താൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന അവളോട് ചിന്മയ് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: കാറ്റത്ത് അങ്ങുമെങ്ങും മണൽ പോലെ പറന്ന എൻ്റെ മനസ്സിലേക്ക് എവിടെ നിന്നോ ചില മഴ പെയ്തിറങ്ങി. ആ കണ്ണീർ മഴയിൽ ഉറഞ്ഞ മനസ്സിലൂടെ ആരോ ചവിട്ടി നടന്നു. മുദ്രകൾ ഉള്ളിൽ അവശേഷിപ്പിച്ച് കടന്നുപോയി. എൻ്റെ അലച്ചിലുകൾക്ക് ഒരർത്ഥമുണ്ട്. മനസ്സിൽ മുദ്ര വിരിയിച്ചവനെ കണ്ടെത്തുവോളം അലയുക. ഈ വാക്കുകളാണ് ചിന്മയുടെ ജീവിത ലക്ഷ്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവൻ നൽകിയ ആ ഡയറിയുമായി സ്നേഹ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ആ ഡയറിയിലൂടെ അവൻ ആരാണെന്ന് അവൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. സ്നേഹയുമായുള്ള സംസാരം ചിന്മയെ കൊണ്ടും പലതും ചിന്തിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ അമ്മയെക്കുറിച്ചും തൻ്റെ പെങ്ങളെക്കുറിച്ചും തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചും അവനും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഇനി നമുക്ക് ചിന്മയുടെ കഥ എന്താണെന്ന് നോക്കാം. വളരെ പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ചിന്മയ്. പക്ഷേ അവൻ കണ്ടതെല്ലാം ആ ക്യാമറ കണ്ണുകൾക്ക് ഉള്ളിലൂടെയായിരുന്നു. ഒരിക്കലും അവൻ്റെ കണ്ണുകളിൽ ആ പ്രകാശത്തിലൂടെ അവൻ ഒന്നിനെയും കണ്ടിരുന്നില്ല. പ്രധാനമായും പത്രമാസികകൾക്ക് വേണ്ടിയാണ് അവൻ എല്ലാ ചിത്രങ്ങളും എടുത്തിരുന്നത്. പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, അവൻ്റെ ക്യാമറ കണ്ണുകൾക്കുള്ളിലെ കാഴ്ച മങ്ങിത്തുടങ്ങുന്നുവെന്ന്. പിന്നീട് നിഴലുകൾക്കുള്ളിലായി ഇരുട്ടിലായി തീർന്ന അവൻ്റെ ജീവിതം കൂടുതൽ നിരാശാപൂർണമായി. അവൻ്റെ പെങ്ങളും അവൻ്റെ അമ്മയും ഒത്തിരി ആശുപത്രികളിൽ അവനെയുമായി അലഞ്ഞു. പക്ഷെ ഒരു ആശുപത്രിക്കും അവൻ്റെ കണ്ണുകളിലേക്ക് വീണ്ടും കാഴ്ച പകർന്നു നൽകാൻ ആയില്ല. അവൻ്റെ വേദനയിൽ, അവൻ്റെ ആ കാഴ്ചയില്ലാത്ത അവസ്ഥയിലൊക്കെ അവന് കൂട്ടായി നിന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവനെ ജീവന് തുല്യം സ്നേഹിച്ചൊരു പെൺകുട്ടി. അവളെ നമുക്ക് ഈ കഥയിലെ നായിക എന്ന് വിളിക്കാം. അവളുടെ പേരാണ് അമല. അപ്പോൾ ഒരിക്കൽ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ അവൾ അതിന് പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കേണ്ടത്. അത് ശരിയാണ്. കാരണം അവൾ ഒരിക്കലും സ്നേഹിച്ചത് അവൻ്റെ നേട്ടങ്ങളെയോ അവൻ്റെ പ്രശസ്തിയെയോ അവൻ്റെ കഴിവുകളെയോ ആയിരുന്നില്ല. മറിച്ച് അവൻ്റെ ഹൃദയത്തെയായിരുന്നു അവൾ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കൊക്കെ അവനോട് പറയുമായിരുന്നു, എൻ്റെ 2 കണ്ണുകളിൽ ഒന്ന് എനിക്ക് വേണ്ടിയും മറ്റൊന്ന് നിനക്ക് വേണ്ടിയുമുള്ളതാണെന്ന്. പക്ഷേ അവളുടെ ആ സ്നേഹത്തിനും അവളുടെ ആ സാന്ത്വനത്തിനുമൊക്കെ അവനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിരാശനായ അവൻ ഒരു ദിവസം ആ വീട് വിട്ടിറങ്ങുകയാണ്. താൻ ആർക്കും ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി സ്വയം മരിക്കാനുള്ള ഒരു ചെറിയ തീരുമാനമൊക്കെ ആയിട്ടാണ് അവൻ ആ വീട് വിട്ടിറങ്ങുന്നത്. പക്ഷേ
ദൈവം അവനക്ക് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വീട് വിട്ട് ഇറങ്ങി ചെന്നെത്തുന്നത് ഒരു നദീതീരത്താണ്. ഇനി കഥയിലേക്ക് ഒരു കൊച്ചു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. അവളുടെ പേരാണ് മാളു. നദിയിലേക്ക് വീഴാൻ പോകുന്ന അവനെ രക്ഷിക്കുന്നത് ഈ മാളു എന്ന ചെറിയ പെൺകുട്ടിയാണ്. അവൾ അവനെ അവളുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ കൊച്ചു വസിക്കുന്ന ഗ്രാമത്തിൻ്റെ പേരാണ് കൃപാർ എന്ന്. അതായത് ഔഷധങ്ങൾക്ക് പേരുകേട്ട ഒരു കൊച്ചു ഗ്രാമമായിരുന്നു അത്. അവൻ അതിനെക്കുറിച്ച് പണ്ടേ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കൊച്ചുകുട്ടി അവനുമായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവൻ അവളുടെ മുത്തച്ഛനെ ഇവനെ ഏൽപ്പിക്കുന്നു. പിന്നീട് നാം കാണുന്നത് കാഴ്ചകളുടെ ഒരു കാലമാണ്. ഏകദേശം 40 ദിവസത്തോളം അവൻ അവരുടെ കൂടെ ആ ഗ്രാമത്തിൽ, ആ നാട്ടിൽ ചിലവഴിക്കുകയാണ്. അവൻ അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവിടെ താമസിക്കുന്നു. അതിനിടയിൽ ഒത്തിരി ഔഷധ സസ്യങ്ങളൊക്കെ ഇവൻ്റെ കണ്ണിൽ പുരട്ടി അവർ ഇവൻ്റെ കാഴ്ച തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു പുതിയ കാഴ്ചയിലേക്ക് ഇവൻ കടന്നു വരികയാണ്. അങ്ങനെ അവൻ ഇവരോടൊക്കെ നന്ദി പറഞ്ഞ് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ മുത്തച്ഛൻ, അതായത് ഇവനെ ശുശ്രൂഷിച്ച ആ വ്യക്തി ഇവനോട് ഒരു 2 വാക്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് വേണമെങ്കിൽ ഈ വാക്യങ്ങളെ നമുക്ക് വിളിക്കാം. അതിങ്ങനെയാണ്: നന്ദി പറയേണ്ടത് എന്നോടല്ല, ആ കാട്ടിൽ എവിടെയോ ഒളിച്ചിരുന്ന് ചെടികളിൽ ഔഷധം കിളിർപ്പിക്കുന്ന ഒരാളുണ്ട് അവിടത്തോട്. അൻബാ നദിയിലെ ജലത്തിൽ ഒളിക്കുന്ന പേരിടാനാവാത്ത ഏതോ കോരിയെടുക്കുന്ന ഓരോ തുള്ളികളിലും മറഞ്ഞിരിക്കുന്ന ഒരാൾ. ഇളം കാറ്റിൽ സഞ്ചരിക്കുന്ന അദ്ദേഹത്തോട്. പേരിടാനാവാത്ത ഒരു സത്തയുണ്ട്, നമ്മൾ എന്നും ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്. പലപ്പോഴും പലതും പറഞ്ഞിട്ടും നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇനി നീ ഒന്ന് കാതോർത്ത് നോക്ക്, കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തിലേക്ക് നോക്കാൻ ആ ഒരു മുത്തശ്ശൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. അവൻ തിരിച്ച് ഒത്തിരി സന്തോഷത്തോടെ അവൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അടുത്തേക്ക് തിരികെ എത്തുന്നു. അവരാകട്ടെ അവനെ ഒത്തിരി സ്ഥലത്ത് അലഞ്ഞ് ഒത്തിരി നിരാശരായി കഴിയുന്ന ഈ സമയത്ത് അവൻ്റെ തിരിച്ചുവരവ് അവർക്കും ഒത്തിരി സന്തോഷകരമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളും തനിക്ക് കാഴ്ച വീണ്ടും കിട്ടിയതും മുത്തച്ഛൻ്റെയും മാളുവിൻ്റെയൊക്കെ കാര്യമൊക്കെ അവൻ ഇവരോടിരുന്ന് രാത്രി പറയുന്നു. പക്ഷേ ആ രാത്രിയിൽ അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളും സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ അവന് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. ആ മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ ആ രാത്രിയിൽ വല്ലാതെ വേട്ടയാടുകയായിരുന്നു. തൻ്റെ കാഴ്ചകൾക്കപ്പുറം മറഞ്ഞു നിൽക്കുന്ന ഏതോ ഒരാളെ അന്വേഷിച്ച് ആ ഒരു സത്തയെ തേടി താൻ യാത്ര തുടങ്ങണമെന്ന് അവന് തോന്നി. പിറ്റേ ദിവസം രാവിലെ തൻ്റെ അമ്മയോടും പെങ്ങളോടും താനൊരു യാത്ര പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൻ തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ ചിന്മയുടെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ളൊരു വ്യക്തിയാണ് ചിന്മയെന്ന് സ്നേഹ തിരിച്ചറിയുന്നു. നാളെ അവസാനമായി അവനെ കാണാനും അവനോട് തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോകുവാനും പറയുവാനുള്ള ആഗ്രഹത്തോടെ അന്ന് രാത്രി അവളും കിടക്കാൻ തുടങ്ങുകയാണ്. ചിന്മയ്ക്ക് ഇങ്ങനെയൊരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് സ്നേഹ തിരിച്ചറിയുന്നു. അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളും അതിലുപരി അവനെ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയും അവന് വേണ്ടി കാത്തിരിക്കുമെന്ന് സ്നേഹയ്ക്ക് ഉള്ളിലൊരു ഉറപ്പ് തോന്നുന്നു. പിറ്റേ ദിവസം അവനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവൾ ആ സമുദ്രതീരത്തിലേക്ക് നടക്കുകയാണ്. അന്ന് അവൾ അവനെ ആ സമുദ്രത്തിൻ്റെ തീരത്ത് വെച്ച് ആ വൈകുന്നേരം കണ്ടുമുട്ടുന്നു. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നിൻ്റെ പ്ലാൻ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് തിരിച്ചു പോകണം. അതിന് അവൾക്ക് അവൻ കൊടുക്കുന്ന ആ ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: ജീവിതത്തിൽ നമ്മൾ അടർത്തി മാറ്റിയതും വഴികളിൽ ഉപേക്ഷിച്ചതുമൊക്കെ പിന്നീട് യാത്രയിൽ തടസ്സമായി മുന്നിൽ വരുന്നു. എന്നെ ഓർത്ത് കരയുന്ന പലരും മനസ്സിൽ കിടന്ന് രക്തം ചിന്തുന്നുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് വഴിമാറി പോകാനാവില്ല. ചുമലിൽ കൈയിട്ട് സകലരെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ ഒരുമിച്ചൊരു യാത്ര, എങ്കിലേ വഴികൾ തെളിയൂ. അപ്പോൾ അവൻ്റെ ഈ വാക്കുകളിൽ നിന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവനും തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹത്തിലാണ്, അവനും ആ ഒരു തീരുമാനത്തിലാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇന്നലെ അവളെ ഏൽപ്പിച്ച അവൻ്റെ ആ ഡയറി അവൾ തിരിച്ചു കൊടുക്കുകയാണ്.
അതിനോടൊപ്പം അവൾ കുറച്ച് വാക്കുകൾ കൂടി കോറിയിട്ടുകൊണ്ടാണ് അത് തിരിച്ചു കൊടുക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് രാത്രികളായി വീടിൻ്റെ പടിക്കൽ വിളക്കും കൊളുത്തി നിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മ കരയുന്നുണ്ട്. നീ എന്നെങ്കിലും തിരിച്ചെത്തുന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും. പിന്നെ പോകുന്നു എന്നൊരു വാക്ക് പോലും പറയാതെ തന്നെ പിരിഞ്ഞു പോയവനെ ഓർത്ത് ഒരു പെൺകുട്ടിയും ഉണ്ടാകും. അവൾ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ട്. തീർച്ച അവൾക്കതിന് കഴിയും. ഒരു യുഗം കാത്തിരിക്കാനും അവൾക്ക് പ്രയാസമുണ്ടാവില്ല. ഇങ്ങനെ ഈ വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളും ചിലപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള, പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ള ചില മുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയവരെ കാത്തിരിക്കുന്ന, ഒത്തിരി വർഷങ്ങളായിട്ടും നഷ്ടപ്പെട്ടു പോയവർ തിരികെ വരുമെന്ന് കാത്തിരിക്കുന്ന ഒത്തിരി പേരുടെ ഓർമ്മകളൊക്കെ ഒരു പക്ഷേ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെയും സ്പർശിച്ചെന്ന് വരാം. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ചിന്മയി 1-2 പേരോട് യാത്ര പറഞ്ഞിട്ട് അവരോട് നന്ദി പറഞ്ഞിട്ട് തിരിച്ചു പോകുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കഥയിലേക്ക് കടന്നു വരുന്ന 2 ശ്രദ്ധേയങ്ങളായ കഥാപാത്രങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒരാൾ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടുണ്ട്, മക്കളുണ്ട്. പക്ഷേ വളരെ ദരിദ്രനാണ് അദ്ദേഹം. തൻ്റെ വീടിനു വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഒടുവിൽ ഒരു സമ്പാദ്യവുമില്ലാതെ അതിൽ നിന്നും മറ്റുള്ളവർക്ക് നൽകി ജീവിതത്തെ വളരെ സംതൃപ്തമായി മുന്നോട്ട് നയിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ചിന്മയി ഓർക്കുന്നുണ്ട്, ഇദ്ദേഹവും ഒരു കാൽവരി കയറുകയാണെന്ന്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ഇതുപോലുള്ള അപ്പച്ചനും സഹോദരന്മാരും ഒക്കെ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാനില്ലാതെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേർ. അങ്ങനെയുള്ളവർ ചിലവരുടെ മുഖങ്ങൾ കൂടി ഈ കഥയിലൂടെ നമുക്ക് ഡാനിയച്ചൻ വരച്ചു തരുന്നുണ്ട്. പിന്നെ ചിന്മയി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭ്രാന്തനോടാണ്. അയാൾ ഒരു ഭ്രാന്തനാണോ എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്കിതിരി സംശയം തോന്നാം. കാരണം ഭ്രാന്തനെന്ന് വിളിക്കാൻ തക്ക വിധം അത്ര മാനസിക പ്രശ്നങ്ങളും ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. പക്ഷേ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അഭിമാനം അദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ്റെ വേഷം കെട്ടിക്കുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രാവിലെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തിന് ഒരു പൊതിച്ചോറും ഒരു കുപ്പി വെള്ളവുമായി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആ ദിവസം മുഴുവൻ എവിടെയെങ്കിലും ചെലവഴിച്ച് രാത്രി സ്വന്തം വീട്ടിലേക്ക് അയാൾ തിരിച്ചെത്തണം. രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. തൻ്റെ വീട്ടുകാർക്ക് വീടിന് ഒരു ഭാരമാകാതെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതാണ് ആ ഒരു ഭ്രാന്തൻ എന്ന പേര് കുത്തപ്പെട്ട അയാൾ അനുഭവിക്കുന്ന ഒരു വിഷമം. അപ്പോൾ ഇവരോടൊക്കെ നന്ദി പറഞ്ഞ്, ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ചിന്മയി തൻ്റെ വീട്ടിലേക്ക്, താൻ തുടങ്ങുവാനിരിക്കുന്ന പുതിയ യാത്രയിലേക്ക് കടന്നു പോവുകയാണ്. ട്രെയിനിലാണ് അയാൾ തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ ട്രെയിനിൽ അയാൾ സഞ്ചരിക്കുമ്പോൾ, ആ ട്രെയിനിൽ അയാൾ പോകുമ്പോഴൊക്കെ അമ്മ എന്ന് പറയുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു അനുഭവം അയാളെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ വഴിയിൽ ഈ ട്രെയിനിൽ ഒരു വ്യക്തി അയാൾ കണ്ടുമുട്ടുന്നു. അയാളും ചിന്മയെപ്പോലെ ഒത്തിരി നാൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങിയവനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അമ്മ എന്ന് പറയുന്നൊരു സങ്കല്പം നിൽക്കുന്നതൊക്കെ ചിന്മയി ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളിലും ഓരോ ഇടങ്ങളിലും ദൈവം സ്നേഹമായിട്ട് തൻ്റെ മുൻപിൽ വരുന്നതോർത്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ചിന്മയി തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവൻ തൻ്റെ വീടിരുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ പിറകിൽ നിന്ന് അവൻ്റെ സുഹൃത്ത് വിളിക്കുന്നു. എൻ്റെ ഈ സുഹൃത്താണ് അവനോട് പറയുന്നത്, അവൻ്റെ അമ്മ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു, അവൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അമ്മയുടെ മരണശേഷം അവൻ്റെ വീടൊക്കെ വിറ്റു, അത് വാങ്ങി അവരവിടെ വലിയൊരു വീടൊക്കെ വെച്ചു. പിന്നെ അവസാനം ആ സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, പക്ഷേ അവൾ ഇപ്പോഴും ആ കുടിലിൽ ഒറ്റയ്ക്കാണെന്ന്. അത് കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും അതിനേക്കാളുപരി ഒരു വലിയൊരു ഭയമൊക്കെ കടന്നു വരുന്നുണ്ട്. കാരണം അവളെ കാണുമ്പോൾ അവൾ എന്തായിരിക്കും അവനോട് പറയുക? ഇത്രയും നാൾ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമോ? കൂടാതെ ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു യാത്രയ്ക്ക് പോകാനാണെന്ന് അവൻ പറയുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം? ഇതൊക്കെ ഓർത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വളരെ ഹൃദയവ്യതയോടെയാണ് അവൻ അവളുടെ ആ കൊച്ചു കുടിലിലേക്ക് കടന്നു ചെല്ലുക. എന്നിട്ട് അവളുടെ കുടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ ഇങ്ങനൊരു വാക്യം അവനോട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു നാൾ നീ ഈ വഴി കടന്നു പോകുമെന്ന്. അത് കേൾക്കുമ്പോൾ അവനൊരു ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ട്. അതായത് ഞാൻ വന്നിരിക്കുന്നത് തിരിച്ചു പോകാനാണെന്ന് അവൾക്കൊരു അറിവുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളോട് പറയുന്നുണ്ട്, അതെങ്ങനെയാണ്,
വർഷങ്ങളോളം കണ്ടു പരിചയിച്ച കാഴ്ചകളുടെയൊക്കെ പിന്നിൽ നിന്ന് പുതുതായി എന്തോ സംസാരിക്കുന്ന ഒരു സ്വരം, തളർന്നിരിക്കുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കൈ എന്നൊക്കെയല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനറിയില്ല. ആരോ ഉറക്കത്തിലും ഉണർവിലും കൂടെയുണ്ടെന്ന് ഒരു തോന്നൽ. ആരെയോ തേടിയുള്ള യാത്രയിലാണ് ഞാൻ. യാത്രയ്ക്ക് വേണ്ടി പലപ്പോഴും ജീവിതവും ജീവിക്കാൻ വേണ്ടി പലപ്പോഴും യാത്രയും ഉപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു അജ്ഞാത മനുഷ്യനെ മാത്രം നോക്കിയിരിക്കുമ്പോൾ ആ സ്വരം എന്നെ മനുഷ്യരിലേക്കും സഹജീവികളിലേക്കും നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ആശ്ചര്യത്തോടെ അവനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചത് മറ്റൊരു വഴിയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒറ്റയ്ക്ക് ആ ഒരു വഴിയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ഇവനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരു നടുക്കത്തോടെ ഇവൻ ആലോചിക്കുന്നുണ്ട്. വാക്കുകളിലൂടെ പറയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഉള്ളിലുമുള്ള ഒരു ആശയം, എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇതും. ഞാനും അന്വേഷിക്കുന്നത് ദൈവത്തെയല്ലേ, ദൈവത്തോടൊപ്പമായിരിക്കാനല്ലേ ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇവനും ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചിന്തിക്കുന്നുണ്ട്, ഇവളോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ യാത്ര ചെയ്ത് ഞാൻ നേടിയ അറിവ്, ഇത്രയും നാൾ യാത്ര ചെയ്ത് ഞാൻ നേടിയ അനുഭവമൊക്കെ എങ്ങനെ ഈ ഒരു കൊച്ചു കുടിലിലിരുന്ന് നീ നേടി? അപ്പോൾ അവൾ അവനോട് പറയുന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്: എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉള്ളിൽ ഏതോ ഉറവകളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. കണ്ണുകളടച്ച് ഉള്ളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എല്ലാം മനസ്സിൽ തെളിയുന്നു. അപ്പം നമുക്കിവിടെ ഒന്ന് നിർത്താം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുമാണ്. ഫ്രാൻസിസ് സേവ്യർ നമുക്കറിയാവുന്നതുപോലെ ഒത്തിരി ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച്, ഒത്തിരി രാജ്യങ്ങളിൽ സഞ്ചരിച്ച്, ഒത്തിരി പേരെ ദൈവത്തിന് വേണ്ടി മാനസാന്തരപ്പെടുത്തി, അക്ഷീണ ദൈവത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലെ തിരുസഭ മിഷണറിമാരുടെ മധ്യസ്ഥ എന്ന പദവിയിലേക്ക് ഉയർത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നമുക്കൊന്ന് നോക്കാം. കൊച്ചു ത്രേസ്യ എങ്ങും പോയിട്ടില്ല, ഒരു സ്ഥലത്തും യാത്ര ചെയ്ത് ദൈവത്തെ പ്രഘോഷിച്ചിട്ടില്ല. തൻ്റെ ഒരു കൊച്ചു മുറിയിലിരുന്ന്, തൻ്റെ കൊച്ചു പള്ളിയിലിരുന്ന് അവൾ പക്ഷേ ഉള്ളിലേക്ക് നോക്കി, ഉള്ളിലുള്ള ദൈവത്തെ കണ്ടെത്തി. ആ ഉള്ളിലുള്ള ദൈവത്തെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അവളുടെ കഴിവിൻ്റെ പരമാവധി അവൾ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്രാൻസിസ് സേവ്യറും ഒരു കൊച്ചു ത്രേസ്യയൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നി ഇവർ രണ്ടുപേരുടെയും ഈ അവസാന ഭാഗം വായിച്ചപ്പോൾ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അവന് തിരിച്ചു പോകേണ്ടതുണ്ട്. നീ ഇനിയും തിരിച്ചു പോകണം, നിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം നിന്നിലൂടെ മറ്റുള്ളവരറിയാൻ നീ വീണ്ടും തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ യാത്രയാക്കുന്നു. അങ്ങനെ അവളുടെ വീട്ടിൽ കൊളുത്തിയിരുന്ന ആ ഒരു റാന്തൽ വിളക്കിൻ്റെ പ്രകാശത്തിലൂടെ അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക്, ലോകത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തെ തേടുന്നവരാണ്. ദൈവത്തെ തേടുവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതൊരു വൈദികനായിക്കൊള്ളട്ടെ, ഒരു സന്യസ്തയായിക്കൊള്ളട്ടെ, ഒരു വീട്ടിലെ അപ്പനോ അമ്മയും മക്കളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ദൈവത്തെ തേടുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയത. പക്ഷേ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് ഉൾക്കാഴ്ചകളിലേക്ക് നടന്ന് ദൈവം നമ്മുടെ മുന്നിൽ സ്നേഹമായി പെയ്തിറങ്ങുന്നത് കാണുവാൻ നമുക്കൊരു പ്രചോദനം നൽകുന്നൊരു പുസ്തകമാണിത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ തേടുവാൻ ദൈവം തന്നെ ഓരോ വഴികൾ ഒരുക്കി തരുന്നു. ചിലർ ഒത്തിരി അധ്വാനിച്ച്, ഒത്തിരി യാത്ര ചെയ്ത്, ഒത്തിരി അനുഭവങ്ങളുടെ കടന്നു പോയൊക്കെ ആയിരിക്കാം ദൈവത്തെ കണ്ടെത്തുന്നത്. അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം ഒരുപക്ഷെ ഒരു കൊച്ചു കുടിലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക്, ജപമാല ചൊല്ലുന്ന ഒരമ്മയ്ക്ക് തന്നെ വെളിപ്പെടുത്തും. ഒരു കൊച്ചു മഠത്തിലിരുന്ന്, തൻ്റെ കൊച്ചു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് തന്നെ ചിലപ്പോൾ വെളിപ്പെടുത്തും. അൾത്താരയിൽ അപ്പം വാഴ്ത്തി നൽകുന്ന ഒരു അച്ഛന് തന്നെ വെളിപ്പെടുത്തും. അങ്ങനെ എല്ലാവർക്കും ദൈവം വെളിപ്പെടുന്ന ഒരു രീതിയുണ്ട്, ഒരു വഴിയുണ്ട്. അതിനെ അന്വേഷിച്ച് അതിലൂടെ സഞ്ചരിച്ച് താൻ അനുഭവിച്ച ആ ദൈവത്തെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് യഥാർത്ഥമായ ആത്മീയത. പെരുമ്പടവം ശ്രീധരൻ്റെ ഹൃദയത്തിൽ ഒരു ആണിപ്പഴുത് എന്നൊരു അവതാരികയിലൂടെയാണ് ഈ ചെറിയ പുസ്തകം ആരംഭിക്കുന്നത്. പിന്നെ ഇതിന് ഒരു 2 അനുബന്ധങ്ങൾ കൂടിയുണ്ട്. പിന്നെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മീയതയിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഇവിടെ നോക്കാം. ശരിക്കും ഒരു ഇടയനെ ഞാനിതിൽ കണ്ടെത്തുന്നുണ്ട്. അതായത് ഇടയനെ മാത്രമല്ല,
ആ ഇടയനിൽ നിന്ന് കുറച്ച് അകലെ മാറി അനുഗമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചിന്മയെ എനിക്കും തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ്. നമ്മൾ ആരും ഒരിടത്തും നഷ്ടപ്പെട്ടു പോകുന്നവരല്ല, മറിച്ച് മുൻപേ പോകുന്ന ഇടയനായ ദൈവത്തെ ഇത്തിരി അകലത്തിൽ അനുഗമിക്കുന്നവരാണ്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ചെറിയ നിഴല് ഈ പുസ്തകത്തിൽ വീണ് കിടക്കുന്നതായിട്ട് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം ഒന്നിനെയും സ്വന്തമാക്കാതെ എന്നാൽ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്വന്തമാക്കി ദൈവത്തിനു വേണ്ടി എല്ലാവർക്കുമായി ജീവിച്ച് കടന്നു പോകുന്ന നിസ്സംഗനായ ഒരു മനുഷ്യസ്നേഹിയെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഈ ഗ്രന്ഥത്തിൻ്റെ ഈ ചെറിയ കഥയുടെ ചില ഇടങ്ങളിലൊക്കെ ഞാൻ കണ്ടെത്തി. അതുപോലെ തന്നെ ഒരു ക്ലാരയെയും ഒരു ഇരുണ്ട മുറിക്കുള്ളിലിരുന്ന് ദൈവത്തെ മാത്രം ധ്യാനിച്ച് ദൈവത്തോട് മാത്രം സംസാരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒറ്റയ്ക്കായി ജീവിക്കുന്ന, ഈ ലോകത്തിന് വേണ്ടി ഒറ്റയ്ക്കായി ജീവിക്കുന്ന ക്ലാര എന്നൊരു പെൺകുട്ടിയെയും ഈ കഥയിൽ ആ അമലയിലൂടെ ഞാൻ കണ്ടെത്തി. ഇത് എന്നെയും നിങ്ങളെയൊക്കെ കൂടി കണ്ടെത്തുവാനുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം തട്ടി ഉണർത്താൻ കഴിവുള്ളൊരു പുസ്തകമാണ്. അതിനുവേണ്ടി കുറേ വഴികൾ നമുക്ക് തരുന്നൊരു പുസ്തകമാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം എന്തും ആയിക്കൊള്ളട്ടെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ദൈവം പലരുടെയും രൂപത്തിൽ, പല ഭാവത്തിൽ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുൻപിൽ പെയ്തിറങ്ങുന്നുണ്ട്. സ്നേഹമായിട്ട്, സഹായമായിട്ട്, നന്മയായിട്ട്. പക്ഷെ അതൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകളൊക്കെ ഒന്ന് തുറന്ന് ഒരിത്തിരി ധ്യാനത്തോടെ അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തെ നമുക്കും കണ്ടെത്താനാവും. ആ ദൈവത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാവും. ഇത്രയും ചിന്തകൾ നമുക്ക് എല്ലാവർക്കും പകർന്നു നൽകുന്ന ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തിയോ ബുക്സ് ആണ്. പിന്നെ അച്ഛൻ്റെ ആദ്യത്തെ പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മനോഹാരിത ഈ പുസ്തകത്തിൽ പലയിടത്തായി നിഴലിക്കുന്നുണ്ട്. ഈ പുസ്തകം എന്നെ പ്രചോദിപ്പിച്ചതുപോലെ, എനിക്കൊരു ആത്മീയമായ ഉണർവ് നൽകിയതുപോലെ നിങ്ങളെയും പ്രചോദിപ്പിക്കും, നിങ്ങളെയും ഒരു പുത്തൻ ആത്മീയതയിലേക്ക് നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനെല്ലാവർക്കും എല്ലാവിധ ആശംസകളും.